സ്വത്തുക്കളും ക്ഷേത്രകാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ബോർഡിന് അധികാരമുണ്ട്. അതിലേതെങ്കിലും ഹിന്ദു അല്ലാത്ത ആളെ പെടുത്താൻ തീരുമാനിച്ചാൽ അതിനെ ആദ്യം എതിർക്കുന്നത് നമ്മളെല്ലാം ആയിരിക്കില്ലേ? അത് പാടില്ലല്ലോ. അത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് നടക്കേണ്ട സ്ഥാപനങ്ങൾ ആ ഹിന്ദു വിശ്വാസത്തിലല്ലാത്തവർ വന്ന് നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അലവസരങ്ങൾ ഉണ്ടാവും. ഇത് കണ്ടിട്ടാണ് നമ്മൾ കേരളത്തിൽ നിയമം പാസ്സാക്കിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് ഇടതുപക്ഷവും ഭരണപക്ഷവും നമ്മൾ ഒന്നിച്ചു വന്നപ്പോൾ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് MLA-മാരുടെ ഒരു പ്രതിനിധിയുണ്ട്. അതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഹിന്ദു MLA-മാരുടെ പ്രതിനിധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു MLA നമ്മുടെ ഉള്ള കാലത്ത് വിശ്വാസമുള്ള ഹിന്ദു MLA-മാരായിരുന്നു UDF ആദ്യം കൊണ്ടുവന്ന നിയമം. മാർക്സിസ്റ്റുകാർ വന്നപ്പോൾ വിശ്വാസികളില്ലാത്തവർ കൂടുതലുള്ളതുകൊണ്ട് അകത്ത് വിശ്വാസം കള്ളത്തരം ഉണ്ടെങ്കിലും പുറത്ത് വിശ്വാസി അല്ലാന്ന് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ മാറ്റിയതാണ് ഹിന്ദു എന്നുള്ളത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട്